നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ്രകരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് സമാധാനപരം. ഇനി വോട്ടെണ്ണലിനായുള്ള കാത്തിരിപ്പ്. കണ്ണൂർ ജില്ലയിൽ കനത്ത പോളിംഗ്, 76% പ്രാഥമിക കണക്ക്. തിരിച്ചറിയൽ രേഖകളൊന്നുമില്ലാതെ കൂളായി ബൂത്തിൽ കയറാൻ അനുവാദമുള്ള ഒരു കൂട്ടരുണ്ട്, കുട്ടികൾ. ഇവരാണ് പോളിംഗ് കേന്ദ്രത്തിലെ താരങ്ങൾ. മരണപ്പെട്ട വിശ്വാസികൾക്കു വേണ്ടി തൃക്കരിപ്പൂരിലെ വിവിധ പള്ളികളുടെ നേതൃത്വത്തിൽ പ്രത്യേക പ്രാർത്ഥനയും ദിവ്യബലിയും. വിധി എഴുതി വോട്ടെണ്ണൽ ശനിയാഴ്ച. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ജില്ലയിൽ കനത്ത പോളിംഗ്, 76% പോളിംഗ് നടന്നതായി പ്രാഥമിക വിവരം. പയ്യന്നൂർ നഗരസഭയിലും മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. പയ്യന്നൂർ നഗരസഭാ പരിധിയിലും മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. രാവിലെ മന്ദഗതിയിലായിരുന്നു തുടക്കമെങ്കിലും ഉച്ചയോടെ പോളിംഗ് സജീവമായി. 44 ബൂത്തുകളിൽ 23 പ്രശ്നബാധിത ബൂത്തുകളായി പ്രഖ്യാപിച്ചതിനാൽ കനത്ത സുരക്ഷയിലാണ് പോളിംഗ് നടന്നത്. രാവിലെ മുതൽക്ക് തന്നെ പോലീസുകാർ പലയിടങ്ങളിലായി നിലയുറപ്പിച്ചിരുന്നു. ഒറ്റപ്പെട്ട അനിഷ്ട സംഭവങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ തെരഞ്ഞെടുപ്പ് സമാധാനപരമായിരുന്നു. നഗരസഭ 15-ാം വാർഡ് ചിറ്റാരിക്കോവിലിൽ കള്ളവോട്ട് ചോദ്യം ചെയ്തതിന് UDF ബൂത്ത് ഏജന്റും സ്ഥാനാർത്ഥിയുടെ ഭർത്താവുമായ K. നാരായണൻ മർദ്ദനമേറ്റു. പരിക്കേറ്റ ഇയാളെ ആദ്യം പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് മംഗലാപുരത്തെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഞാൻ വോട്ട് ചാലഞ്ച് ചെയ്യാൻ പറഞ്ഞ സമയത്ത് കൗൺസിലറായ പവിത്രൻ കൈ മുഷ്ടി ചുരുട്ടി എൻ്റെ കഴുത്തിന് ശക്തിയായി ഇടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാനൊരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് പേഷ്യൻ്റാണ്. അവർക്കറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ പുറത്ത് ഇന്നലെ കാണിച്ചു തരാതിൻ്റെ ഭീഷണിയായിപ്പോൾ ഉള്ളത്. ചില വാർഡുകളിൽ വോട്ടിംഗ് തീരാൻ വൈകുകയും ചെയ്തു. 100% വോട്ടിംഗ് നടന്ന വാർഡുകളും നഗരസഭയിലുണ്ടായി. കരിവള്ളൂർ മേഖലയിലും മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. പഞ്ചായത്തിൽ 90% വോട്ടിംഗ് രേഖപ്പെടുത്തി കരിവള്ളൂർ ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട്. കരിവള്ളൂർ പെരളം പഞ്ചായത്തിൽ വോട്ടെടുപ്പ് തികച്ചും സമാധാനപരമായിരുന്നു. രാവിലെ 7 മണി മുതൽ തന്നെ വോട്ടർമാർ പോളിംഗ് കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്നു. എന്നാൽ വോട്ടിംഗ് സമയം അവസാനിക്കുന്നതുവരെ നീണ്ട നിരകളില്ലാതിരുന്നത് വോട്ടർമാർക്ക് ഏറെ സൗകര്യപ്രദമായി. കുണിയനിൽ രാവിലെ വോട്ടിംഗ് യന്ത്രം തകരാറിലായത് അരമണിക്കൂറോളം വോട്ടിംഗ് തടസ്സപ്പെടുത്തി. പഞ്ചായത്തിലാകെ 90% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. കാങ്കോലാലപ്പടമ്പ പഞ്ചായത്തിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല. 90%-നടുത്താണ് ഇവിടെയും പോളിംഗ് രേഖപ്പെടുത്തിയത്. ഇരു പഞ്ചായത്തുകളിലും രാവിലെ പുരുഷന്മാരാണ് കൂടുതലായും വോട്ട് ചെയ്യാനെത്തിയത്. ഉച്ചകഴിഞ്ഞാണ് സ്ത്രീകൾ എത്തിയത്. ഏതായാലും വോട്ടെടുപ്പ് സമാധാനപരമായി നടന്നത് ജനങ്ങൾക്ക് ഏറെ ആശ്വാസപ്രദമായിട്ടുണ്ട്. ഇനി വോട്ടെണ്ണൽ ദിനത്തിനായുള്ള കാത്തിരിപ്പിലാണ് വോട്ടർമാരും സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. രാമന്തളി പഞ്ചായത്തിൽ സമാധാന അന്തരീക്ഷത്തിൽ സാമാന്യം ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തി. 86% പേരാണ് ഇവിടെ വോട്ട് ചെയ്തത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും കാണാൻ കഴിയാത്ത ചൂടും ചൂരുമാണ് ഇക്കുറി കാണാൻ കഴിഞ്ഞത്. പോളിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ രാമന്തളി പഞ്ചായത്തിലെ പല ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിര പ്രത്യക്ഷപ്പെട്ടിരുന്നു. കത്തുന്ന വെയിലിനെ അവഗണിച്ചും വോട്ടർമാർ കേന്ദ്രത്തിലെത്തി സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. 13-ാം വാർഡിലെ 1-ാം നമ്പർ ബൂത്തിൽ 12 മണിയോടെ 65% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. ഇവിടെ പോളിംഗ് 91%. വോട്ടിംഗ് മെഷീന്റെ പ്രവർത്തനം ചെറിയ തോതിൽ തകരാറിലായത് ചിലയിടങ്ങളിൽ വോട്ടിങ്ങിനെ കാര്യമായി ബാധിച്ചിരുന്നു. അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഏറെ സമാധാനപരമായിരുന്നു വോട്ടിംഗ്. രാമന്തളി പഞ്ചായത്തിലെ UDFൽ മുസ്ലിം ലീഗും കോൺഗ്രസും ചേരിതിരിഞ്ഞാണ് മത്സരിച്ചത്. ഇരുവിഭാഗമായി തന്നെ ബൂത്ത് കെട്ടി പ്രവർത്തിച്ചതും ഏറെ കൗതുകമായി.
രാമന്തളി പഞ്ചായത്തിൽ 16 പ്രശ്നബാധിത ബൂത്തുകളുള്ളതായി പ്രഖ്യാപിച്ചിരുന്നു. ബൂത്തുകളിൽ വെബ് ക്യാമറയും സ്ഥാപിച്ചിരുന്നു. ഇവിടങ്ങളിലൊക്കെ പോലീസിനെ കൂടാതെ കർണാടക സായുധ പോലീസിനെയും നിയോഗിച്ചിരുന്നു. പോലീസിനെ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തിയതായും CPM നേതാക്കൾ ആരോപിച്ചു. ഈ രാമന്തളി ഗ്രാമപഞ്ചായത്തിനകത്ത് ഈ നിലയിൽ മാവോയിസ്റ്റുകളെ പോലും നേരിടുന്ന രീതിയിലേക്ക് പോലീസിനെ വിന്യസിച്ചുകൊണ്ട് ഇത്രമാത്രം പ്രശ്നങ്ങൾ എന്താണ് രാമന്തളി ഗ്രാമപഞ്ചായത്തിനകത്ത് ഉണ്ടായതെന്ന് അറിയില്ല. ഐക്യജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന സംവിധാനം തന്നെ രാമന്തളിയിലില്ല. അവർ പരസ്പരം മത്സരിക്കുന്ന സമയത്ത് പോലും ഈ നിലയിൽ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുന്ന നിലയിലുള്ള ഒരു നിലപാടുകളാണ് എടുത്തു. പക്ഷേ ഇതുവരെയും രാമന്തളി ഗ്രാമപഞ്ചായത്തിനകത്ത് ഒരു അനിഷ്ട സംഭവങ്ങളും ഉണ്ടായിട്ടില്ല. രാമന്തളി പഞ്ചായത്തിൽ 24 ബൂത്തുകളിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത് 13-ാം വാർഡിലെ 1-ാം നമ്പർ ബൂത്തായ രാമന്തളി സെൻട്രലിലാണ്. ഇവിടെ 91% പോളിംഗ് നടന്നത്. രാമന്തളി പഞ്ചായത്തിൽ 86% പോളിംഗ് നടന്നത്. കഴിഞ്ഞ തവണ 85% പോളിംഗ്. പോളിംഗ് ശതമാനം വർദ്ധിച്ചത് സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ഏറെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. പോളിംഗ് ശതമാനം വർദ്ധിച്ചത് സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. വോട്ടുകൾ പെട്ടിയിലായി കഴിഞ്ഞു. മുന്നണികൾക്കിനി കൂട്ടലും കിഴിക്കലിൻ്റെയും 5 ദിവസങ്ങൾ. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ടി ബാബു, പഴയങ്ങാടി. പിലാത്ര മേഖലയിലും മികച്ച വോട്ടിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ഒറ്റപ്പെട്ട അനിഷ്ട സംഭവങ്ങളും ഈ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്തു. പിലാത്ര മേഖലയിലും മികച്ച പോളിംഗാണ് രേഖപ്പെടുത്തിയത്. മിക്ക പഞ്ചായത്തുകളിലും 75% മുകളിൽ വോട്ടിംഗ് രേഖപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നുവെങ്കിലും അങ്ങിങ്ങായി ഒറ്റപ്പെട്ട ചില അനിഷ്ട സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തു. ചെറുതാഴം പഞ്ചായത്ത് UDF സ്ഥാനാർത്ഥി MV കമാരനെ പ്രിസൈഡിംഗ് ഓഫീസർ ബൂത്തിൽ കയറ്റാത്തതിനെ ചൊല്ലി പ്രശ്നമുണ്ടായി. സ്ഥാനാർത്ഥി വൈകിയെത്തിയതാണ് നടപടിക്ക് കാരണമെന്നാണ് ഓഫീസറുടെ വാദം. എന്നാൽ മാന്യമല്ലാത്ത രീതിയിലാണ് തന്നോട് പെരുമാറിയതെന്ന് സ്ഥാനാർത്ഥി പറയുന്നു. പ്രിസൈഡിംഗ് ഓഫീസർ ബൂത്തിനകത്ത് കയറ്റാൻ വിടുന്നില്ല. പവറോട് പറഞ്ഞപ്പോൾ ലൈറ്റ് പെർമിഷൻ ആയതുകൊണ്ട് കയറ്റാൻ അനുവദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് രാഷ്ട്രീയക്കാരനെ പോലെ ധിക്കാരമായി പെരുമാറുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു യഥാർത്ഥ മാർക്സിസ്റ്റുകാരനെ പോലെയാണ് അദ്ദേഹം എന്നോട് പെരുമാറിയത്. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 6-ാം വാർഡ് തെരഞ്ഞെടുപ്പ് ബൂത്തിൽ UDF തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചു. കള്ളവോട്ട് ചെയ്യാൻ ഓഫീസർമാർ കൂട്ടുനിൽക്കുന്നതെന്നാരോപിച്ചാണ് ബഹിഷ്കരണം. അങ്ങനെ തന്നെ LDFിൻ്റെ ഏജന്റുമാർ ഇവരുടെ എല്ലാം തന്നെ ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശപ്രകാരം വിതരണം ചെയ്ത ഐഡന്റിറ്റി കാർഡിൻ്റെ ഇപ്രകാരം മാത്രമേ വോട്ട് ചെയ്യാൻ അനുവദിക്കാൻ വേണ്ടി പാടുള്ളൂ എന്ന് പറയുകയും അത് ഉദ്യോഗസ്ഥന്മാർ ചെവിക്കൊള്ളാതെ യഥേഷ്ടം വോട്ട് ചെയ്യാൻ അനുവദിക്കുകയും ആണ് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം അവൻ ഒരുവൻ വന്നിട്ട് വോട്ട് ചെയ്യുകയും രണ്ടാമത് ഒരു 4-5 പേര് ഒന്നായിട്ട് വന്ന് വോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തുകയുണ്ടായി. അത് കർശനമായി നേരിടാൻ വേണ്ടി എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടി പ്രിസൈഡിംഗ് ഓഫീസറുടെ മുമ്പിലും മറ്റു ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിലും ശക്തമായി പറഞ്ഞപ്പോൾ യാതൊരു പ്രതികരണവും അവരുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചില്ല. അതേസമയം പരാജയഭീതിയാണ് ഇത്തരത്തിൽ UDF പ്രകടമാക്കുന്നതെന്ന് LDF പക്ഷം പറയുന്നു. വോട്ടെടുപ്പിൻ്റെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഉച്ച കഴിഞ്ഞതിന് ശേഷം UDFുകാർ അവരെ വോട്ടൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പോയി ചെയ്തത്. ഇവിടെ ഒരാൾക്ക് വോട്ട് ചെയ്യുന്നതിന് തടസ്സം ഉണ്ടായിട്ടില്ല. മറ്റൊരു തരത്തിലുള്ള വോട്ടിംഗ് പ്രക്രിയ തടസ്സപ്പെടുന്ന നിലപാടും ഉണ്ടായിട്ടില്ല. വളരെ ബോധപൂർവം UDFുകാർ ഈ തെരഞ്ഞെടുപ്പിൽ ഭീകരമായി പരാജയപ്പെടുമെന്ന് കണ്ടപ്പോൾ സ്ഥാനാർത്ഥിയും മറ്റ് ആളുകൾ എഴുന്നേറ്റ് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. വോട്ടർമാരെ ശരിക്കും പഠിക്കുക. വോട്ടർമാരെ ഓരോ പ്രദേശത്തിലെ വോട്ടർമാരെ തിരിച്ചറിയാൻ വേണ്ടി പറ്റാത്ത ഏജൻറ്റുമാരാണ് ഇതിനകത്തിരുന്നത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ വോട്ടർമാർ വോട്ട് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ വെറുതെ ചലഞ്ച് ചെയ്യുന്ന ഒരു നിലയാണ് ഉണ്ടായത്. ഇവിടെ യാതൊരു വിധത്തിലെ ഇതുണ്ടായിട്ടില്ല. പ്രിസൈഡിംഗ് ഓഫീസറോടോ മറ്റു ബന്ധപ്പെട്ടവരോട് ചോദിച്ചാൽ അറിയാം, ഇവിടെ ഒരാക്ഷേപവും ഒരു വോട്ടറെ സംബന്ധിച്ചിട്ട് ഉന്നയിച്ചിട്ടില്ല. എരമംകുറ്റൂർ പഞ്ചായത്ത് 15-ാം വാർഡിൽ വോട്ടിങ്ങിനിടെ ചട്ടവിരുദ്ധമായി UDF വോട്ടർമാരെ വാഹനത്തിലെത്തിക്കുന്നത് ചോദ്യം ചെയ്ത LDF പ്രവർത്തകരെ UDF നേതാക്കൾ മർദ്ദിച്ചതായി പരാതി. ജിഗേഷ്, രഞ്ജിത്ത്, മധു, സിജു എന്നിവരെ പരിക്കേറ്റ നിലയിൽ പയ്യന്നൂരിലെ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിയാരത്ത് UDF സ്ഥാനാർത്ഥി റീപോളിംഗ് ആവശ്യപ്പെട്ട് പ്രിസൈഡിംഗ് ഓഫീസർക്ക് പരാതിയും നൽകി. മലയോര മേഖലയിലും വോട്ടിംഗ് പൊതുവെ സമാധാനപരമായിരുന്നു. ഒറ്റപ്പെട്ട അനിഷ്ട സംഭവങ്ങൾ മാത്രമാണ് അരങ്ങേറിയത്. ചെറുപുഴ ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഈസ്റ്റളേരി, ചെറുപുഴ, പെരിങ്ങോം, വയക്കര പഞ്ചായത്തുകളിൽ ഒറ്റപ്പെട്ട ചില അക്രമ സംഭവങ്ങളൊഴികെ തിരഞ്ഞെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. പെരിങ്ങോം വയക്കര പഞ്ചായത്തിലെ 16-ാം വാർഡിൽ വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 2-ാം നമ്പർ ബൂത്തിൽ വോട്ടിംഗ് യന്ത്രം തകരാറായതിനെ തുടർന്ന് 3 മണിക്കൂറുകളോളം വോട്ടിംഗ് തടസ്സപ്പെട്ടു. പിന്നീട് പുതിയ മെഷീൻ കൊണ്ടുവന്നാണ് വോട്ടിംഗ് പുനരാരംഭിച്ചത്.
ഉച്ചയായപ്പോഴേക്കും 70% പോളിംഗ് നടന്നിരുന്നു. ഈസ്റ്റേരി പഞ്ചായത്തിലെ കമ്പല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്തിലും 1-ാം വാർഡിലെ പൊങ്കൽ ബൂത്തിലും ഓപ്പൺ വോട്ടിനെ ചൊല്ലി തർക്കമുണ്ടായി. പൊങ്കൽ ബൂത്തിൽ ഇത് വാക്കേറ്റത്തിനും സംഘർഷത്തിനും ഇടയാക്കി. തക്ക സമയത്ത് പോലീസ് ഇടപെട്ടതുകൊണ്ട് കൂടുതൽ പ്രശ്നങ്ങളുണ്ടായില്ല. ചെറുപുഴ പഞ്ചായത്തിലും പുളിങ്ങോത്തും ഓപ്പൺ വോട്ടിനെ ചൊല്ലി തർക്കമുണ്ടായി. പെരിങ്ങോം വൈക്കര പഞ്ചായത്തിലെ തവിടുശ്ശേരിയിൽ പെരുന്തട്ട വാർഡിലെ UDF ബൂത്ത് ഏജന്റ് UK പവിത്രനും പെരുന്തട്ട ബ്ലോക്ക് UDF സ്ഥാനാർത്ഥി VJ സിജോവിനും ചെറുപുഴ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K സുരേഷ് കുമാറിനും മർദ്ദനമേറ്റു. കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റ പവിത്രനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അരവഞ്ചാലിൽ UDF ബൂത്ത് ഏജന്റുമാരെ LDFക്കാർ തടഞ്ഞുവെച്ചതായി പരാതിയുണ്ട്. ഈസ്റ്റേരി പഞ്ചായത്തിൽ മണ്ഡപം വാർഡിൽ പോലീസ് മർദ്ദനത്തിൽ DDF പ്രവർത്തകന് പരിക്കേറ്റതായും പരാതിയുണ്ട്. മണ്ഡപം സ്വദേശി വില്യാട്ട് ചന്ദ്രനാണ് കാലിന് പരിക്കേറ്റത്. ചന്ദ്രനെ നീലേശ്വരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ ബൂത്തിന് മുന്നിൽ കൂട്ടം കൂടി നിന്നവരെ പോലീസ് വിരട്ടിയോടിച്ചപ്പോൾ വീണ് പരിക്കേറ്റതാണെന്നും പോലീസ് പറയുന്നു. പെരിങ്ങോം വൈക്കര പഞ്ചായത്തിൽ 84%, ചെറുപുഴ പഞ്ചായത്തിൽ 85.2%, ഈസ്റ്റേരി പഞ്ചായത്തിൽ 86%മാണ് പോളിംഗ് രേഖപ്പെടുത്തിയത്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ 80.04% പോളിംഗ്. ആകെയുള്ള 8 പഞ്ചായത്തുകളിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് ചെറുതാഴം പഞ്ചായത്തിൽ. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ ശക്തമായ പോളിംഗാണ് നടന്നത്. 80.4% പോളിംഗ്. ആകെ 8 പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് കല്യാശ്ശേരി ബ്ലോക്ക്. ചെറുതാഴം 85.94, മാടായി 73.19, ഏഴോം 85.65, ചെറുകുന്ന് 82.37, മാട്ടൂൽ 70.60, കണ്ണപുരം 82.83, കല്യാശ്ശേരിയിൽ 80.12, നാറാത്ത് 84.06 എന്നിങ്ങനെയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ആകെ 1,45,955 വോട്ടർമാരുള്ള ഇവിടെ 1,16,822 പേർ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. ചെറുകുന്ന് താവത്ത് വോട്ട് ചെയ്യാനെത്തിയ UDF പ്രവർത്തകന്റെ കാർ എറിഞ്ഞു തകർത്തു. കാറിന്റെ ചില്ലുകൾ പൂർണ്ണമായും തകർന്നു. ചെറുകുന്ന് മുണ്ടപ്പുറത്ത് UDF സ്ഥാനാർത്ഥി ആഗ്നസിന് നേരെ നായ്ക്കുരുണപ്പൊടി പാറ്റിയതായും UDF ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. സ്ഥാനാർത്ഥികളെല്ലാവരും ഏറെ ശുഭപ്രതീക്ഷയിലാണ്. പോലീസിന്റെ ശക്തമായ ഇടപെടൽ കള്ളവോട്ട് ഒരു പരിധിവരെ തടയാനും സാധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. തൃക്കരിപ്പൂരിലും കനത്ത പോളിംഗ്. എന്നാൽ അങ്ങിങ്ങ് അക്രമ സംഭവങ്ങളും അരങ്ങേറി. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ ബൂത്തുകളിൽ ഉച്ചവരെ പോളിംഗ് മന്ദഗതിയിലായിരുന്നു. 3 മണിയോടെയാണ് പോളിംഗ് സജീവമായത്. 2 മണിയോടെ IT 1-ാം വാർഡിൽ സംഘർഷാവസ്ഥ ഉടലെടുത്തു. വാർഡിന് പുറത്തുള്ളവർ സംഘടിച്ചെത്തിയെന്ന വിവരത്തെ തുടർന്ന് പോലീസ് സന്നാഹം ധൃതിയിലെത്തിയതോടെ കൂടുതൽ പ്രശ്നങ്ങളില്ലാതെ നിയന്ത്രിക്കാനായി. മുസ്ലിം ലീഗിനെതിരെ ശക്തമായ റിബൽ സ്ഥാനാർത്ഥി തുല്യത നേടുമെന്ന നില ITയിൽ തെരഞ്ഞെടുപ്പിന് വീറും വാശിയും കൂട്ടി. പടന്ന പഞ്ചായത്തിൽ LDFിൽ നിന്ന് ഭരണം തിരിച്ചുപിടിക്കാമെന്ന വാശിയുമായി പ്രവർത്തനം കാഴ്ചവെച്ച UDF തികഞ്ഞ ആത്മവിശ്വാസമാണ് പോളിംഗിന്റെ അവസാന ഘട്ടത്തിലും പുലർത്തിയത്. പടന്ന പഞ്ചായത്തിലെ 14-ാം വാർഡിൽ ജനാധിപത്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. ഈ ബൂത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വളരെ സൗഹാർദ്ദപരമായിട്ട് എല്ലാ ആളുകളും വളരെ നന്നായിട്ടാണ് ഇവിടെ വോട്ട് കൊണ്ടു നടക്കുന്നത്. മുഴുവൻ ആളുകളും അതുപോലെ തന്നെ ഒരു തർക്കമില്ലാതെ ഇവിടെ ഇപ്പോൾ ഈ 11 മണി വരെ വളരെ നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്തു. എന്നാൽ വാർഡ് വിഭജനത്തിലെ അശാസ്ത്രീയതയും കുപ്രചാരണവും ഒന്നും തന്നെ വോട്ടർമാരെ തങ്ങൾക്കെതിരാക്കില്ലെന്നും UDF നന്നെ വിയർപ്പൊഴുക്കിയെങ്കിലും ഭരണത്തുടർച്ചയുണ്ടാവുമെന്നുമുള്ള ഉറപ്പിലാണ് LDF കേന്ദ്രങ്ങൾ. പടന്ന ഗ്രാമപഞ്ചായത്ത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് 15 വർഷക്കാലത്തെ ഒരു നീണ്ട വികസനത്തിൻ്റെ ഭാഗമായിട്ടാണ് LDF ഇവിടെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതിന് വിപരീതമായി ഈ അടുത്ത കാലത്ത് അശാസ്ത്രീയമായ രീതിയിൽ വാർഡ് വിഭജനം നടത്തിയിട്ടും സെക്രട്ടറിയെ കൂട്ടുപിടിച്ചുകൊണ്ട് അശാസ്ത്രീയമായ രീതിയിൽ വാർഡ് വിഭജനം നടത്തിയിട്ടും ഇപ്പോൾ ഈ 15 ദിവസമായിട്ട് ഞങ്ങൾ കാണുന്നത് ഈ പടന്നയുടെ മുക്കിലും മൂലയിലും UDF വേർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയപറമ്പ പഞ്ചായത്തിൽ ഭൂരിപക്ഷം സീറ്റും LDF നേടുമെന്നും നിലവിലെ പഞ്ചായത്ത് ഭരണം തുടരുമെന്നും CPM കേന്ദ്രങ്ങൾ പറയുമ്പോൾ 7 സീറ്റിലെങ്കിലും വിജയിച്ച് ഭൂരിപക്ഷം നേടാമെന്ന ആത്മവിശ്വാസം പുലർത്തുകയാണ് UDF. ബാക്കിയുള്ള 6 സീറ്റിൽ 3 കൂടി മേൽക്കൈ തങ്ങൾക്ക് തന്നെയാണെന്നാണ് UDFന്റെ വിലയിരുത്തൽ. അതിനിടെ ബൂത്തിലേക്ക് ബൈക്ക് ഓടിച്ചു കയറ്റി പ്രവർത്തകരെ അപായപ്പെടുത്താൻ ശ്രമിച്ചത് ഇളമ്പച്ചിയിൽ സംഘർഷാവസ്ഥയ്ക്ക് കാരണമായി. ഇരിക്കുമ്പോൾ കുറേ മാർക്കറ്റിന്റെ ഗുണ്ടുകൾ വന്ന് നമ്മുടെ മേക്കയ്ക്ക് വണ്ടി കയറ്റി നമ്മളെ കൊല്ലാൻ ശ്രമിക്കുകയും നമ്മളെ ചീത്ത പറഞ്ഞ് നമ്മളെ തുരത്തി ഓടിക്കുകയും ഉണ്ടായത്. അപ്പം ബൈക്കിൽ ആദ്യം 2 ആൾ പോയ സമയത്ത് പറഞ്ഞു 2 മിനിറ്റിനുള്ളിൽ കാണിച്ചു തരാൻ പറഞ്ഞു. കാണിച്ചു തരാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ അന്നേരം ഇടിയിരുന്നു. എന്നപാടും ബൈക്കിലേക്കൂടെ ഒരു ബൈക്ക് കയറ്റി അവിടെ പറഞ്ഞു നമ്മൾ പറഞ്ഞു എണീക്കാൻ കഴിയില്ലാന്ന്. എണീക്കാൻ പറയാൻ കഴിയില്ല പറഞ്ഞ് 4 ഭാഗത്തും തട്ടാൻ തുടങ്ങി. തട്ടിപാട് ഓടിന് ബൈക്ക് തന്നെ കയറ്റിനി. ഫുള്ള് ബൈക്ക് കയറ്റി ആളെയും നമുക്കറിയാം.
സൗത്ത് തൃക്കരിപ്പൂർ തിരുവമ്പാടി ക്ഷേത്ര പരിസരത്ത് റോഡരികിൽ UDF BJP പ്രവർത്തകർ വോട്ടർമാർക്ക് സ്ലിപ്പ് നൽകി വരുന്ന ബൂത്തിന് നേരെയാണ് CPM പ്രവർത്തകരുടെ അക്രമമുണ്ടായതെന്നാണ് പരാതി. സ്ഥാനാർത്ഥി MV അനിത, K പത്മനാഭൻ എന്നിവരെ പരിക്കുകളോടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ തലിച്ചാലം, ഉളിയം മുതലായ പ്രദേശങ്ങൾ അവർക്ക് നഷ്ടപ്പെടുമെന്നുള്ള പേടി കൊണ്ട് UDFൻ്റെ ബൂത്ത് തകർക്കുകയും UDFൻ്റെ സ്ഥാനാർത്ഥിയായ ശ്രീമതി അനിതയെ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത കാര്യം അതീവ ഗൗരവത്തോടുള്ളതാണ്. ഈ പ്രശ്നം ഇലക്ഷൻ കമ്മീഷൻ്റെ മുമ്പിൽപ്പെടുത്തുകയും അതിശക്തമായ നടപടികളെ മുന്നോട്ട് പോകാമെന്ന് അവർ ഉറപ്പ് തന്നിട്ടുണ്ട്. ഈ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ ക്രമസമാധാന അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ ബൂത്ത് കയ്യേറുന്നതിന് വേണ്ടിയിട്ടും വ്യാപകമായിട്ടുള്ള കള്ളവോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഞങ്ങളുടെ ബൂത്തുകൾ ആക്രമിക്കപ്പെടുകയും അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തകരെ ആക്രമിക്കപ്പെടുകയും ചെയ്യുകയാണ്. CPMൻ്റെ ഇത്തരത്തിലുള്ള നടപടികൾക്കെതിരെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും പ്രതിഷേധിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ഇത്തരം തരംതാണ നടപടികളിൽ നിന്നും അണികളെ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി നേതാക്കന്മാർ തയ്യാറാകണമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. സംഭവത്തിൽ DCC വൈസ് പ്രസിഡന്റ് KK രാജേന്ദ്രൻ, ഹിന്ദു ഐക്യവേദി നേതാവ് ഷിബിൻ TV തുടങ്ങിയവർ പ്രതിഷേധിച്ചു. എന്നാൽ പോളിംഗ് കഴിയുമ്പോൾ LDF ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥി P തങ്കമണിയെയും ബൂത്ത് ഏജന്റ് PJയെയും UDF പ്രവർത്തകർ ആക്രമിച്ചതായാണ് LDF പറയുന്നത്. പരിക്കേറ്റവരെ പയ്യന്നൂർ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പ്രമുഖ നേതാക്കളെല്ലാം തന്നെ രാവിലെയോടെ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. വിവിധ ബ്യൂറോകൾ തയ്യാറാക്കിയ റിപ്പോർട്ട്. രാവിലെ 8:30ഓടെയാണ് PK ശ്രീമതി ടീച്ചർ ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലെ ഗവൺമെന്റ് സൗത്ത് LP സ്കൂളിലെ 1-ാം വാർഡ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്താനെത്തിയത്. ഭർത്താവ് ദാമോദരനോടൊപ്പം എത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF ഉജ്ജ്വല വിജയം നേടുമെന്ന് PK ശ്രീമതി ടീച്ചർ പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്തുകൾ, അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തുകളെല്ലാം കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് സമാസം എന്നുള്ള നിലയിൽ കണ്ണൂർ LDF ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തും മഹാഭൂരിപക്ഷം വരുന്ന ഗ്രാമപഞ്ചായത്തുകളും അതുപോലെ നഗരസഭകളിൽ ചിലപ്പോൾ തളിപ്പുറം ഒഴികെയില്ല എല്ലാ നഗരസഭകളും കോർപ്പറേഷനും ഇത്തവണ LDF പിടിച്ചെടുക്കും എന്നുള്ള നിലയിലേക്ക് ജനങ്ങളുടെ പിന്തുണ വളരെയേറെ വർദ്ധിച്ചിട്ടുണ്ട്. ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കാനാണ് ജനവിഭാഗം ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും UDFനോടൊപ്പം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന, അവർക്ക് വോട്ട് ചെയ്തിരുന്ന ധാരാളം ആളുകൾ പരസ്യമായിട്ട് തന്നെ LDFന് വോട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് രംഗത്ത് വന്നു. വെള്ളൂർ കിഴക്ക് 2-ാം വാർഡിലെ വായനശാലയിലെത്തിയാണ് MLA വോട്ട് രേഖപ്പെടുത്തിയത്. നീണ്ട ക്യൂവായതിനാൽ 1 മണിക്കൂറോളം കാത്തുനിന്നാണ് MLA തന്റെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഉജ്ജ്വല വിജയം നേടുമെന്നും MLA. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവിൽ തന്നെ ഉജ്ജ്വല വിജയം നേടും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ രംഗം നിരീക്ഷിച്ചാൽ എല്ലാവർക്കും ബോധ്യപ്പെടുന്നൊരു കാര്യമാണ്. പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിൽ 44 വാർഡുകളാണുള്ളത്. ഇതിൽ ഒരു വാർഡിൽ എതിരില്ലാതെ LDF സ്ഥാനാർത്ഥി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. മറ്റ് വാർഡുകളിൽ മുൻ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ സീറ്റും വോട്ടും നേടിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉജ്ജ്വലമായ വിജയം നേടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. പ്രവർത്തകർക്കൊപ്പം രാവിലെ 9 മണിയോടെയാണ് ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി TV രാജേഷ് MLA വോട്ട് രേഖപ്പെടുത്തിയത്. തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് UDFന്റെ ഭരണത്തിനുള്ള ജനങ്ങളുടെ മറുപടിയായി തീരുമെന്നും MLA. തിളക്കമാർന്ന വിജയം നേടും. ഇപ്പോൾ കേരളത്തിലെ ഉമ്മൻചാണ്ടി സർക്കാർ അഴിമതിയുടെ കരിനിഴലിലാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 4.5 വർഷക്കാലത്തെ ഗവൺമെൻറ്റിൻ്റെ ജനവഞ്ചനയ്ക്കെതിരായി ശക്തമായി പ്രതികരിക്കാൻ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. BJP പ്രാഥമിക റൗണ്ടിൽ തന്നെ ജനങ്ങൾ പിന്തള്ളിയ ഒരു പ്രസ്ഥാനമാണ്. കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് യാതൊരുവിധ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിയില്ല. SNDP BJP സഖ്യം BJPക്ക് തിരിച്ചടിയായി മാറാൻ വേണ്ടി പോവുകയാണ്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വഴിയൊരുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ ത്രിതല. ചെറുവിച്ചേരി ഗവൺമെന്റ് LP സ്കൂളിലാണ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കടന്നപ്പള്ളി രാമചന്ദ്രൻ വോട്ട് ചെയ്തത്. കടന്നപ്പള്ളി പണപ്പുഴ 9-ാം വാർഡിലാണ് ഇദ്ദേഹത്തിന് വോട്ട്. ഇടതുപക്ഷത്തിന്റെ ശക്തമായ തിരിച്ചുവരവിനാവും ഈ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിക്കുകയെന്ന് കടന്നപ്പള്ളി. തദ്ദേശ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വളരെ പ്രതീക്ഷാനിർഭരമായ ആവേശതരംഗമാണ് എല്ലായിടങ്ങളിലും കാണാൻ കഴിയും. ഈ തെരഞ്ഞെടുപ്പ് ഭരണത്തുടർച്ചയുണ്ടാക്കും എന്ന UDFൻ്റെയും മുഖ്യമന്ത്രിയുടെയും അവകാശവാദം ജനങ്ങൾ കാറ്റിപ്പറത്തുകയും ഈ തെരഞ്ഞെടുപ്പോടുകൂടി UDF സർക്കാരിൻ്റെ ഭരണത്തകർച്ച
പൂർത്തീകരിക്കുകയും ചെയ്യുന്ന ഒരു ജനവിധിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ എന്നതാണ്. തിരിച്ചറിയൽ രേഖകളൊന്നുമില്ലാതെ തന്നെ കൂളായി ബൂത്തിൽ കയറാൻ അനുവാദമുള്ള ഒരു കൂട്ടരുണ്ട്, കുട്ടികൾ. ഇവരാണ് പോളിംഗ് കേന്ദ്രത്തിലെ താരങ്ങൾ. രാമന്തളിയിലെ വിവിധ ബൂത്തുകളിൽ നിന്ന് ടി ബാബു പഴയങ്ങാടി തയ്യാറാക്കിയ റിപ്പോർട്ട്. വോട്ടില്ലെങ്കിൽ എന്താ, ഞങ്ങളും കയറും ബൂത്തിൽ. തിരിച്ചറിയൽ കാർഡും രേഖകളും ഒന്നുമില്ലാതെ കൂളായി ബൂത്തിൽ കയറാൻ അധികാരമുള്ള ഒരു കൂട്ടരുണ്ട്, കുട്ടികൾ. രാമന്തളി പഞ്ചായത്തിലെ മിക്ക ബൂത്തുകളിലും കുട്ടികളുമായാണ് സ്ത്രീ വോട്ടർമാർ കൂടുതലായും എത്തിയത്. പ്രശ്നബാധിത ബൂത്തുകളിൽ AK-47 തോക്കുമേന്തി നിൽക്കുന്ന പോലീസൊന്നും ഇവർക്ക് പ്രശ്നമല്ല. ഏറെ കൗതുകത്തോടെ വോട്ടിംഗ് കാണാൻ മുതിർന്നവരുടെ കൈകളിൽ തൂങ്ങിയെത്തിയതായിരുന്നു ഈ ഭാവി വോട്ടർമാർ. വേനൽ ചൂടലൊന്നും വകവെക്കാതെ വോട്ടർമാർ ബൂത്തുകളിൽ കാത്തുനിന്ന് വോട്ട് ചെയ്തപ്പോൾ കുട്ടികൾ അവരുടേതായ ലോകം തീർക്കുകയായിരുന്നു. മണിക്കൂറുകളോളം പോളിംഗ് സ്റ്റേഷനിൽ തങ്ങേണ്ടതിനാൽ കുട്ടികൾക്കായി ലഘുപാനീയങ്ങൾ കയ്യിൽ കരുതിയാണ് മിക്കവരും എത്തിയത്. കൈക്കുഞ്ഞുങ്ങളുള്ള സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാൻ തടസ്സമാകരുതെന്ന് കരുതിയാണ് കുട്ടികളെയും ബൂത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. ഇവിടെ പോകാനും ഒരു ഇഷ്ടമാണ്, പിന്നെ എന്നാന്ന് അറിയാനുള്ളൊരു കൗതുകം, ഒരു ആകാംക്ഷയെല്ലാം ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് കുട്ടികൾക്ക് പൊതുവേ ഇവിടെ വരാനും ഒരു ഉത്സാഹമാണ്. പിന്നെ എന്നാന്ന് ഇലക്ഷൻ അറിയാനുള്ള ഒരു കൗതുകവും ആകാംക്ഷയെല്ലാം കൂടിയുണ്ട്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. മറ്റു വാർത്തകളിലേക്ക്. കാങ്കോൽ പാനോത്ത് സജേഷിന്റെ വീട്ടിലെ പശു ഇരട്ടക്കിടാങ്ങളെ പ്രസവിച്ചത് കൗതുകമാവുന്നു. സജേഷിന്റെ വീട്ടിലെ പശു ഇരട്ട പ്രസവിച്ചത് നാട്ടുകാർക്ക് കൗതുകമാവുകയാണ്. പശു കച്ചവടക്കാരനായ സജേഷ് കഴിഞ്ഞ മാസമാണ് ഈ പശുവിനെ വാങ്ങിച്ചു കൊണ്ടുവന്നത്. ഒരു ആൺകിടാവും പെൺകിടാവുമാണുള്ളത്. പശു ഇരട്ട പ്രസവിച്ചത് തനിക്ക് ഭാഗ്യം കൊണ്ടുവന്നതെന്നാണ് സജേഷിന്റെ വിശ്വാസം. പ്രസവിച്ചൊക്കെ ഒരു 2 മണിയോടുകൂടി പ്രസവിച്ചതാണ്. ആദ്യം ഒന്ന് പ്രസവിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ രണ്ടാമത് അതേപോലെ പ്രസവിച്ച് 2 കുഞ്ഞുങ്ങളും നല്ല ആരോഗ്യമുണ്ട്. ഇത് വിൽക്കാൻ വേണ്ടി വെച്ചാണ്. അതുകൊണ്ട് ഇനി ഇത് 2 പ്രസവിച്ചുകൊണ്ട് ഇനി ഇതിനെ വിൽക്കുന്നില്ല എന്നാണ് തീരുമാനം. അതിനാൽ തന്നെ ഈ പശുവിനെ വിൽക്കാൻ ഇദ്ദേഹം തയ്യാറുമല്ല. തൃക്കരിപ്പൂരിലെ വിവിധ പള്ളികളുടെ നേതൃത്വത്തിൽ മരണപ്പെട്ട വിശ്വാസികൾക്കു വേണ്ടിയുള്ള പ്രത്യേക ദിവ്യബലിയും പ്രാർത്ഥനയും നടക്കാവ് പള്ളി സെമിത്തേരിയിൽ നടന്നു. ആഴ്ചകൾക്കു മുമ്പേ കല്ലറകൾ ശുചീകരിച്ച വിശ്വാസികൾ ഞായറാഴ്ച പൂക്കൾ കൊണ്ട് അലങ്കരിക്കുകയും മെഴുകുതിരികളും ചന്ദനത്തിരികളും കത്തിക്കുകയും ചെയ്താണ് പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങിയത്. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് ഇടവക, പിലിക്കോട് സെന്റ് മേരീസ് ഇടവക, കുഞ്ഞിപ്പാറ സെന്റ് ജോസഫ് ഇടവകകളുടെ നേതൃത്വത്തിലാണ് ദിവ്യബലിയും പ്രാർത്ഥനയും നടന്നത്. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് ഇടവക വികാരി ഫാദർ ജോസഫ് തണ്ണിക്കോട്ട് കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിച്ചു. നവംബറിലെ ദിവസങ്ങളിൽ പ്രാർത്ഥനകളിലൂടെ ദണ്ഡവിമോചനം ലഭിക്കുമെന്ന വിശ്വാസമാണ് കത്തോലിക്ക വിശ്വാസികൾ സെമിത്തേരികളിലെത്തി പ്രത്യേക പ്രാർത്ഥനകളും മറ്റും നടത്തുന്നത്. നൂറുകണക്കിന് വിശ്വാസികൾ പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുത്തു. അരുൾ ചെയ്യുന്നു, ജീവനും പുനരുത്ഥാനവും ഞാനാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. കാണാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് സമാധാനപരം. ഇനി വോട്ടെണ്ണലിനായുള്ള കാത്തിരിപ്പ്. കണ്ണൂർ ജില്ലയിൽ കനത്ത പോളിംഗ്, 76% പ്രാഥമിക കണക്ക്. തിരിച്ചറിയൽ രേഖകളൊന്നുമില്ലാതെ കൂളായി ബൂത്തിൽ കയറാൻ അനുവാദമുള്ള ഒരു കൂട്ടരുണ്ട്, കുട്ടികൾ. ഇവരാണ് പോളിംഗ് കേന്ദ്രത്തിലെ താരങ്ങൾ. മരണപ്പെട്ട വിശ്വാസികൾക്കു വേണ്ടി തൃക്കരിപ്പൂരിലെ വിവിധ പള്ളികളുടെ നേതൃത്വത്തിൽ പ്രത്യേക പ്രാർത്ഥനയും ദിവ്യബലിയും. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.